സീതാദേവിയെ കിട്ടുമ്പോഴേ പറയുന്നുണ്ട്. ജനക മഹാരാജാവിന് അറിയാം അപ്പം സീതാദേവി സാധാരണ സ്ത്രീ അല്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ആളിനെ വർണ്ണമാല്യം അഴിയിക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് മായക്കാഴ്ച കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രൻ, അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിക്കും അറിയാവുന്നത് കൊണ്ടുവരുന്നതും. ഓക്കെ, നമുക്ക് അന്നേരം സീതാ സ്വയംവരം വായിക്കാം. മിരാജി, സീതാ സ്വയംവരം. ഓക്കെ, ഒരു മിനിറ്റ്. ശരിയുണ്ട്, നമുക്ക് മൊത്തം വായിക്കാൻ പറ്റും. ഓക്കെ, തുടങ്ങിക്കോളൂ. സുമാജി സ്റ്റാർട്ട് ചെയ്തു. മ്യൂട്ടിലാണ്. ബാലകന്മാരെ പോകമിഥിലാപുരി പുക്കുനാം കാലവും വൃഥാ കളഞ്ഞിടുകയല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സു നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടാചാര്യനോടും മുഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രപൂജന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണാതെ ഇപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതു കാലം. താടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടേതു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീ അതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടും ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതുകുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ. വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി.
കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും. ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഘണ്ഠാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നതു മന്ത്രേന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിരു ചാപം ജ്വലിച്ചു തേജസ്സോടെ എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവം ആരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ. ജഗസ്വാമിയാകിയ ഭഗവാനെ ജനസംസരികാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ ശോഭയോടെ സ്വർണമാലയം ധരിച്ചാദരാൽ മന്ദമന്ദ അർണജനേത്രൻ മുമ്പിൽ സന്ത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയം ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനെ കരുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാബുദ്ധി തന്നിൽ വീണുടൻ മുറുകിനാർ. മാനവ വീരൻ വാഴ്കെന്ന ആശയം ചൊല്ലിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂമനെ വരുത്തുവാൻ. അപ്പൊ ആ കാലത്ത് പാരന്റ്സ് എന്ന് പറയാണ് കല്യാണം ഉണ്ടല്ലേ. ദശരഥ മഹാരാജാവ് അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, ദശരഥ മഹാരാജാവ് അറിയുന്നില്ല. വളരെ രസകരമാണ്. ദശരഥ മഹാരാജാവ് അറിഞ്ഞില്ല. എന്നിട്ട് അത് അറിഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് എല്ലാവരുമായിട്ട് ആഘോഷപൂർവ്വം വരികയാണ് ചെയ്യുന്നത്. വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ്, അത് അടുത്ത ആഴ്ച പറയാനായിട്ടിരിക്കുന്നത്, വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഭാർഗവരാമനെ പരശുരാമനെ കാണുന്നത്. അത് അടുത്ത ആഴ്ചയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ല, ഈ ഇത് എന്താ പറയാ, സീതയെ കല്യാണം കഴിച്ച ശേഷം അവിടെ ചെന്ന് ഇത് കൊടുക്കാണല്ലോ ദശരഥ മഹാരാജ്. രസമാണ്. ഞാനും അത് ചിന്തിച്ചില്ല. ഞാനും അത് ചിന്തിച്ചു. വായിച്ചതുപോലെ ഞാനും ചിന്തിച്ചു. അച്ഛൻ അറിയുന്നില്ല, അച്ഛൻ അറിയാതാണ്. പക്ഷെ അച്ഛൻ അത് എന്താ പറഞ്ഞേ, യാതൊരു ദേഷ്യവും കൂടാതെ വളരെ സന്തോഷത്തോടെ വരികയാണ് ചെയ്യുന്നത്. അതുകൂടെ നമ്മൾ നോട്ട് ചെയ്യണം. കൃഷ്ണ പ്രഭു, ഞാൻ ഒരു രാമായണത്തിന്റെ ലെക്ചറിൽ കേട്ടത് എന്താ പറയാ, പിന്നീടുള്ള ഫംഗ്ഷൻ, അതായത് അതിനുള്ള ഫംഗ്ഷന് ഓൾറെഡി ദശരഥ മഹാരാജിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അവിടുന്ന്
എന്താ പറയാ കുറെ സാധനങ്ങളെല്ലാം ദശരഥ മഹാരാജ് കൊടുത്തു വിടുന്നു. പിന്നെ ഇവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ പോകുന്നതിന് അവിടെ റെഡിയാക്കുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് വരുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഓക്കെ കണ്ടിന്യൂ. ഇടയ്ക്ക് നമുക്ക് നോക്കണ്ട, വായിച്ചോളൂ. വായിച്ചതിന് ശേഷം നമുക്ക് അതെ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരുവണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാകേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു ഭക്തിസന്ധനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നൊരു ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗ വാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുര മകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോട് കൂടെ ചെന്നും. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചതു യഥായോഗ്യമൂർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യ പദാംജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമ പദാംഭോജ മനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഢാശേഷവും ചെയ്തു നൃപൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു. മധുരമായി 4 കന്യകമാരുണ്ടെനിക്കു. മീരാജി സ്റ്റാർട്ട് ചെയ്യാമോ? 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുബി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ. രാമനോ നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണ കുമാരനും. കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം ശ്രുതകീർത്തിയും മാണ്ഡവിയും. അല്ല ഒരു കാര്യം അതെ 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 അത് അവരുടെ ഓരോ ഭാര്യമാരെ പറ്റിയില്ല പറയണത്. ശ്രുതകീർത്തി ഭരതന്റെയും ശത്രുഘ്നൻ. അതെ, അവിടെ വെച്ച് മറ്റുള്ളവരുടെയും വിവാഹം തീരുമാനിച്ചു ചെയ്യുകയാണ്. അല്ല വായിക്കട്ടെ. വായിച്ചോളൂ. പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും
കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീത വൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിക്കേനതു മൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി. മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷാവേഷത്തോടെ ജാതയായിതു തവ വേഷ്മണി തൽക്കാരനാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. ഇത്തം നാരദനരുൾ ചെയ്തു മറിഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലതിനെന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധതാഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പൊടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുത് സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാമമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തൊൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൊൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. തൊൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു തൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രം പദം. തൊൽപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമ കീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. ഹരിക നോക്കാം. വേണ്ട, എന്നാലും ഒന്ന് നോക്കൂ, രണ്ടുപേരും വായിക്കൂ, നോക്കാം. ഓക്കെ പ്രഭു. കരികളറും 100,000 പേരും ഉരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 100,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭരണങ്ങളും
സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധി നന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമദ്രാദി മന്ത്രികളെയും. സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീതയെ തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മല ഗാത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയനായ രാഘവൻ നിജധർമാദരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിദ്യാജി നോക്കോളൂ. മൃദംഗം മൃദംഗാന കബേരി. മൃദംഗം ആന കബേരി. മൃദംഗം ആന കബേരി. തുര്യഘോഷങ്ങളോടും. മൃദംഗാനകബേരി തുര്യഘോഷങ്ങളോടും. ഘോഷങ്ങളോടും മൃദുഗാനങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗ കാഹളങ്ങളും മദ്ദള കിടക്കകൾ ശൃംഗാര രസ പരിപൂർണ വേഷങ്ങളോടും. മോനെ കുളിച്ചിട്ട് വാ. ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃ ഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗം ഓടെ അയോധ്യയ്ക്ക് അമ്മാറങ്ങ് തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവെൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴു ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങളും കുങ്കുമ മലയ കസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഇത്രയും ഭാഗങ്ങള് കഴിഞ്ഞ വായിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ രാമായണം വായിച്ച ദിവസങ്ങളിലെ റെക്കോർഡ് ഉണ്ടെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം അക്ഷരശുദ്ധി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സുമാജിയുടെ മിരാജിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രത്യേകം എടുത്തറിയാൻ പറ്റും. ഇപ്പൊ ഒരു വായനയിൽ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ കുറച്ചുപേരെ മാത്രം ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസ് എന്തായാലും കുറച്ചും കൂടി നമുക്ക് അതിന്റെ ഇത് മനസ്സിലായിട്ട് വായിക്കാൻ ശ്രമിക്കണ്ടല്ലോ. അതെ, ആയിരിക്കാം അല്ലേ? ഒന്ന് ഫീൽ ആയില്ലേ? ഒരു കോൺഫിഡൻസ് വന്നു, അക്ഷരശുദ്ധികൾ ഒരുപാട് വന്നിട്ടുണ്ട്. രാമായണം മനസ്സിലാവുണ്ടെന്നുള്ളതിന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അതെ 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 അതെ. അപ്പം അല്ല പ്രഭു അടുത്ത ഈ ക്ലാസ്സിൽ പറയായിരിക്കും ഈ ദുർനിമിത്തങ്ങൾ എന്ന് പറയണത്. അത് പറയാം. അത് ദുർനിമിത്തങ്ങളൊന്നുമല്ല, അത് പരശുരാമനെ കാണാനുള്ള ലക്ഷണങ്ങളാണ്. അത്രയുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങള്, ഇത്തരം കാര്യങ്ങൾ എന്തായാലും മനസ്സിലായില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ശ്രീരാമചന്ദ്രൻ വിവാഹം ചെയ്തതും. ഇതെല്ലാം നിമിത്തമാണ്. കാര്യം ജനക മഹാരാജാവിനോട് പറയുന്നുണ്ട് നാരദ മഹർഷി, സീതാദേവി സാധാരണ സ്ത്രീയല്ല, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്.
അതുകൊണ്ട് കാര്യമായി അങ്ങ് ഭാഗ്യം ചെയ്തവനാണ്, വളർത്തുക. സാക്ഷാൽ വിഷ്ണു തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനക മഹാരാജന് അറിയില്ല ഇത് എങ്ങനെയാണ്. വിവാഹപ്രായം എത്തി. അപ്പോഴാണ് മനസ്സിൽ തോന്നിയത് ഒരു ഉപായം ചെയ്യാം. ഇത് എനിക്ക് ശ്രേഷ്ഠമായ കിട്ടിയ വില്ലാണ്. ഈ വില്ലിനെ ഈ ലോകത്ത് ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മത്സരം വെച്ചത്. ഈ ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വരും. ഭഗവാന്റെ കൈകൊണ്ട് ഇത് പുഷ്പം പോലെ എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ഉപായം അങ്ങനെ നേരം തോന്നുന്നത്. വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് രസകരമായ ഒരു കാര്യം പറയാനുള്ളത്, രാധാദേവി ജനിക്കുന്നുണ്ട്. രാധാദേവി ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യക്ഷയാകുമ്പോൾ രാധാദേവി കണ്ണു തുറക്കുന്നില്ല. എന്തു ചെയ്തിട്ടും കണ്ണു തുറക്കുന്നില്ല. വൃഷഭാനുവിനും കീർത്തിദേവിക്കും വളരെ സങ്കടമാണ്. ഈ സമയത്ത് ഗർഗമുനി നന്ദഗോപരോട് പറയുന്നുണ്ട്, അവിടെ വൃഷഭാനുവിന് മകളുണ്ടായിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം ഇവരെല്ലാം ദിവ്യ ദൃഷ്ടിയുള്ളവരാണ്. വസിഷ്ഠ മഹർഷിയാണെങ്കിലും വിശ്വാമിത്ര മഹർഷിയാണെങ്കിലും ഗർഗമുനിയാണെങ്കിലും വ്യാസദേവനാണെങ്കിലും നാരദ, ഇവരെല്ലാം ദിവ്യ ദൃഷ്ടിയുള്ളവരാണ്. അപ്പം നന്ദഗോപരെടുത്ത് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ പറയത്തുള്ളൂ, വൃഷഭാനുവിന്, ഇപ്പൊ ഇവര് സുഹൃത്തുക്കളാണ്. വൃഷഭാനുവും നന്ദഗോപരും സുഹൃത്തുക്കളാണ്. വൃഷഭാനുവിന് ഒരു മകള് ജനിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പോകുന്നില്ലേ? കാണാൻ പോകണം. അപ്പം ഒട്ടും വൈകിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ കൂട്ടത്തിൽ കൃഷ്ണനെയും കൂടെ കൂട്ടണം, കൃഷ്ണനെ ഇല്ലാതെ നിങ്ങൾ പോകരുതെന്ന് പറയും. അങ്ങനെ നന്ദഗോപര് കൃഷ്ണനെ കൊണ്ട് പോകും. കൃഷ്ണനെ കൊണ്ട് പോയിട്ട് അപ്പൊ അവിടെ ചെല്ലുമ്പം കൃഷ്ണൻ യശോദാമ്മയുടെ ഇളിയിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ട് ഇദ്ദേഹം നമ്മുടെ ശ്രീക്കയുടെ പ്രായമേ ഉള്ളൂ. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകും. ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇങ്ങനെ ഇഴഞ്ഞു പോകും. ഇങ്ങനെ ഇഴഞ്ഞു പോയിട്ട് തൊട്ടിലിൽ പിടിക്കും. തൊട്ടിലിൽ പിടിച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കും. വളരെ രസമാണ്. എത്തി നോക്കുമ്പം അവിടെ രാധാറാണിയുടെ ശരീരത്തില് തൊടുമ്പോ രാധാറാണി പതുക്കെ കണ്ണു തുറക്കും. കൃഷ്ണ, ഞാൻ ഈ ഒരു നിമിഷം കാത്തിരിക്കുകയായിരുന്നു, എന്താണ് ഇത്രയും ദിവസം വൈകിയത് എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയും. ഭഗവാൻ നല്ലൊരു ദർശനം കൊടുക്കുകയാണ് രാധാറാണിക്ക്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് കൃഷ്ണ ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ തിരിച്ച് ഇടഞ്ഞിടഞ്ഞു വന്നിട്ട് യശോദാമ്മയുടെ അടുത്തിട്ട് ചെല്ലും. ഇവരെല്ലാം നോക്കുമ്പോൾ ഇവർക്കെല്ലാം സന്തോഷമായി. രാധാറാണി കണ്ണു തുറന്ന് ചിരിക്കാൻ തുടങ്ങും, ചിരിച്ച് കളിക്കാൻ തുടങ്ങും. ഇവർക്കെല്ലാം വളരെ സന്തോഷമായി. അപ്പം വൃഷഭാനു പറയും, നന്ദരാജൻ അങ്ങ് വന്നതുകൊണ്ടാണ് ഈ ഭാഗ്യം ഉണ്ടായത്, ഇതുവരെ എന്റെ കുട്ടി കണ്ണു തുറന്നിട്ടില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ ഇതിനിടയ്ക്ക് നടന്നതൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പം ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഈ ദിവ്യദൃഷ്ടിയുള്ളവരാണ് ഇവരെല്ലാം. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട്, നിന്തിരുവടിയുടെ നാമ കീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. ബന്ധം, സംസാര ബന്ധനങ്ങൾ, സംസാരത്തിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ആ ബന്ധനങ്ങൾ, നമ്മുടെ കണ്ടീഷൻ സോൾസ് ആണ്. നമ്മള് ബദ്ധ ആത്മാക്കളാണ്. ഈ ബന്ധനങ്ങൾ, നമ്മൾ ബന്ധനത്തിലാണ്. ഈ ബന്ധനം എല്ലാം അകലും തിരുവടിയുടെ എന്താണ്? നാമകീർത്തനം കൊണ്ട്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ പറയുന്നത് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്നുള്ളത്. തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. അങ്ങനെ ഈ മുനികളെല്ലാം ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഇപ്പം സീതാ സ്വയംവരം നടക്കുമ്പോൾ 33 കോടി ദേവതമാരും വരുന്നുണ്ട്. 33 കോടി ദേവതമാരും വരുന്നുണ്ട്. ഇതേപോലെ ഭഗവാനെ കാണാനുള്ള സന്തോഷത്തിലാണ്. ഭൂമിയിൽ ദ്വിഭിജ രൂപത്തോടെ കാണാൻ വരുന്ന ദേവലോകത്ത് ഭഗവാനെ ദ്വിഭിജ രൂപത്തിൽ കാണാനുള്ള ഭാഗ്യമില്ല. എന്ത് രൂപത്തില്? ദ്വിഭിജം, അതായത് 2 കൈകളുള്ള രൂപത്തിൽ. ദേവലോകത്ത് ഭഗവാനെ കാണുന്ന ചതുർഭുജ രൂപത്തിലാണ്. ഇത് ഭാഗവതത്തിൽ കൃത്യമായിട്ട് മഹാദേവര് പറയുന്നുണ്ട്.
മഹാദേവരുടെ രുദ്രഗീതം 4-ാമത്തെ സ്കന്ധത്തിലാണ്. രുദ്രഗീതത്തിൽ പറയുന്നുണ്ട്, മഹാദേവര് പറയുന്നുണ്ട്, ഭഗവാനെ ഭൂമിയിൽ അവതരിക്കാൻ എനിക്കൊരു അവസരം തരണം. കാര്യം ഞങ്ങളെക്കാൾ വലിയ ഭാഗ്യവാന്മാരാണ് അങ്ങയുടെ ഭക്തന്മാര്. കാരണം വളരെ ശ്രേഷ്ഠമായ ഈ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ആ ദിഭിജ രൂപത്തെ കാണാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് ഔദ്യോഗിക ഭാവത്തിലാണ്, ജഡ്ജിയുടെ ഭാവത്തിലാണ്, ചതുർഭുജ രൂപത്തിലാണ്. ഇത് വിട്ടൊരു സാധാരണ വ്യക്തിയായി ഭൂമിയിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടണമേ എന്ന് മഹാദേവര് 4-ാമത്തെ സ്കന്ധത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്. അതാണ് രുദ്രഗീതം എന്ന് പറയുന്നത്. മഹാദേവരാൽ ആലാപിക്കപ്പെട്ട ഗീതം എന്നാണ് ഭാഗവത്തിലെ ആ അധ്യായത്തിന്റെ പേര്. അപ്പം ഇതേപോലെ 33 കോടി ദേവതമാരും ഭഗവാനെ കാണാൻ വരുന്നൊരു സന്ദർഭമുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷത്തില് യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തുതേ രക്ഷ മഹാബാഹോ പാഹി ദേവദേവ ജഗത്പതേ എന്ന് ഗജേന്ദ്രൻ ഒരു താമരയും എടുത്ത് തുമ്പിക്കൈയാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 33 കോടി ദേവതമാർക്കും അറിയാം ഭഗവാൻ വരും എന്നുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാശത്ത് വന്നിരിക്കും. രസകരമാണ് ആ രംഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിട്ട് അപ്പം സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡനിൽ വരികയാണ്. ആ രംഗത്ത് ഇതേപോലെ തന്നെ പുഷ്പവൃഷ്ടി, ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്യുന്നുണ്ട് ഭഗവാനെ. ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്നുണ്ട്. ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്നു, മുതലയ്ക്കും മോക്ഷം കൊടുക്കുന്നു. രണ്ടുപേർക്കും മോക്ഷം കൊടുത്തു പോകുന്നു. വളരെ വലിയ സന്ദർഭമാണ് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വരാം. അത് തമാശയ്ക്ക് പറയുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ത്രയംബകവില്ല് എടുക്കാൻ, അതായത് സീതാദേവിയെ, അത് നാട്ടുഭാഷയിലാണ് പറയുന്നത്, ഇത് ആത്മീയമായിട്ടൊന്നും കാണണ്ട കേട്ടോ. സീതാദേവിയെ നോക്കാൻ കെൽപ്പുള്ളവനെ തെരഞ്ഞു നടന്നതാണ് ജനക മഹാരാജാവെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവര് പറഞ്ഞു കേൾക്കാം, തമാശക്കായിരിക്കാം. പെണ്ണ് കാണാൻ വരുന്ന പുരുഷന്റെ കയ്യില് വലിയൊരു കോടാലിയും വലിയൊരു തടി കഷ്ണം കൊടുക്കുന്നു. കേട്ടിട്ടുണ്ടോ അത്? ഇല്ല. ഇല്ല. സുമാജി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇപ്പൊ കേട്ടു. കാര്യം എന്താണെന്ന് അറിയാമോ സംഭവം? ആ വിറക് കീറി കാണിക്കാൻ പറയും, വിറക് കീറാൻ പറയും. കിട്ടില്ലായിരുന്നു. അങ്ങനെ വല്ല ആചാരം ഉണ്ടെങ്കിൽ സജഷൻ എനിക്ക് കിട്ടില്ലായിരുന്നു പറയാ. അധ്വാനിക്കാൻ കെൽപ്പുള്ളവനാണോ, ആരോഗ്യമുള്ളവനാണോ? കാര്യം ദാൻ കഴിച്ചോണ്ട് പോയിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അമ്മൂമ്മയൊക്കെ പറയാനായിട്ടുണ്ട്, പയ്യൻ കാണാൻ വരുമ്പോഴേ നല്ല മുട്ട ബാല്യക്കാരനാന്ന് പറയും. ചിലപ്പോ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ അതെ. ഞാൻ കേട്ടേക്കണത് ഓപ്പോസിറ്റ് ആണ്. പെണ്ണിനെ കൊണ്ട് പാട്ട് പാടാൻ പറയും, അല്ലെങ്കിൽ നടക്കാൻ പറയും. അങ്ങനെ അതുണ്ട്. അതുപോലെ തന്നെ പെണ്ണിന്റെ വീട്ടുകാർക്കും പുരുഷനിൽ ശ്രദ്ധയുണ്ട്. ഈ കൊണ്ടുപോകുന്ന പുരുഷൻ എന്റെ മകളെ കഴിഞ്ഞത് പാടി തുടങ്ങിയത് വിദ്യ, കല്യാണം കഴിഞ്ഞ ശേഷം പാടി തുടങ്ങിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്മിതമായി നോക്കുന്നു. ഇങ്ങനെങ്ങാനും ടെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഗോവിപ്രഭുവിനെ ഓടിപ്പോയെന്നല്ലേ? ഗോവിപ്രഭുവിന്റെ മുഖം കാണുന്നില്ല കേട്ടോ. രണ്ടുപേരുടെ മുഖം വളരെ കുറവാണ്. വീഡിയോ ഒന്ന് അല്ല, അപ്പൊ മണിലാൽ പ്രഭു കോടാലിയായിട്ട് ഇതൊക്കെ നമ്മളൊക്കെ പെട്ടുപോയനെ. നമ്മളെല്ലാം വാചകം കൊണ്ട് പിടിച്ചു നിന്നതാ. അപ്പം അങ്ങനെയൊക്കെയുള്ള, ഇനി അതുപോലെ തന്നെ നോക്കൂ, ഒരുപാട് രത്നങ്ങളും ധനങ്ങളും സ്വർണങ്ങളുമെല്ലാം ജനക മഹാരാജാവ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ പെരുമ്പറകള്, മുത്തുക്കൊടകള്. അപ്പം നമ്മളെ ഒരു വിവാഹത്തിന്റെ മുഹൂർത്തങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം നമ്മുടെ പൗരാണിക ചരിത്രത്തിൽ കണ്ട് പഠിച്ചിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇതിനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഒരു വിവാഹത്തില് ഇന്ന ചടങ്ങുകൾ വേണമെന്ന് നമ്മുടെ പൗരാണിക ചരിത്രത്തിലുണ്ട്. വെറുതെ അല്ല വാഴകൾ നടുന്നതും അല്ലെങ്കിൽ വാഴ
ഇലകൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും ആവര കൊണ്ടുള്ള അലങ്കാരങ്ങളും ഇതൊക്കെ വെറുതെയല്ല. കൊടിതോരണങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷേക സമയത്ത് കൊടിതോരണങ്ങളെല്ലാം തിരുവീതികളെല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ? പനിനീർ പനിനീർ ആനയുടെ തുമ്പിക്കൈ കൊണ്ടായിരുന്നു പനിനീർ വിതറുന്നത്. നമ്മളിപ്പം വെറും പച്ചവെള്ളമാണ് എടുത്തൊഴിക്കുന്നത്, അത് വേറെ. ഇതൊക്കെയാണ് ഇന്നത്തെ വായനയിലൂടെ മാത്രമല്ല നമ്മൾ പൗരാണിക ചരിത്രത്തിലൂടെ ഇതൊക്കെയാണ് വായിക്കേണ്ടതും അറിയേണ്ടതും. ഇത് വായിച്ചിട്ട് രണ്ടുപേര് പറയാൻ സുമാലിയെടുത്ത് അല്ലെങ്കിൽ മീരായെടുത്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ആലോചിച്ച് വെക്കേണ്ടത്. വ്യക്തമായിട്ട് എഴുതി വെച്ചു. പെട്ടെന്ന് കോടാലിയുടെ ഓർമ്മ വരും, അതാണ് പ്രശ്നം. അതെ, അതും പറഞ്ഞോ, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മള് ഇന്നത്തെ രാമായണത്തിന്റെ. ഈ രാമായണം പുരാണല്ലേ, ഇതിഹാസമല്ലല്ലോ? മഹാഭാരതല്ലേ ഇതിഹാസം? അതെ, മഹാഭാരതവും രണ്ട് ഇതിഹാസങ്ങള്. മഹാഭാരതവും രാമായണവും ഇതിഹാസമാണ്. ഇതിഹാസമാണ് അല്ലേ? ഈ രണ്ട് ക്ലാസിക് കൃതികൾ എന്നാണ് പറയുന്നത്. ലോകോത്തര ക്ലാസിക് കൃതികൾ, ലോകത്തിലെ രണ്ട് ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണവും. ഇതിനപ്പുറത്തോട്ട് ആർക്കും ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. ഇതിനെ കോപ്പി അടിച്ചിട്ട് എന്തെങ്കിലും കഥകളും ഒക്കെ എഴുതാന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട്, അതായത് ചരിത്രമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഭംഗ്യന്തരേണ എഴുതിയിട്ടുള്ളതല്ല, കാൽപ്പനികമായിട്ട് എഴുതിയിട്ടുള്ളതല്ല, നടന്ന സംഭവം എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്കും അല്ലേ ഇതെല്ലാം അവസാനിപ്പിക്കായിരുന്നു ഈ മാലകണ്ഠം നമ്മൾ അടുത്ത ആഴ്ച കാര്യം 1, 2, 3, 4 പേജ് വായിക്കാനുണ്ട്. ഞാൻ നോക്കി. അപ്പൊ നമ്മൾ ധൃതി പിടിച്ചിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച അങ്ങ് തീർക്കാമെന്നുള്ളത് ഞാൻ നേരത്തെ ഇങ്ങനെ വിചാരിച്ചു. ഇനി അടുത്ത് പരശുരാമനെ കാണുന്നുണ്ട്, പരശുരാമനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പരശുരാമന്റെ ആ ഗർവുണ്ട്. അവസാനം പരശുരാമൻ ശ്രീരാമചന്ദ്രൻ ഓർമ്മിക്കും, ഞാൻ എന്തുകൊണ്ടാണ് അവതരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് ശരണാഗതി പ്രാപിക്കും പരശുരാമൻ ആക്ച്വലി. എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ട് പരശുരാമനെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കുന്നുണ്ട്. പണ്ട് ഇത് ഓർമ്മ വരുന്നത് 8ാം ക്ലാസ്സിന്റെ മലയാളത്തിലാണെന്ന് ഞങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഭൃഗുരാമനും രഘുരാമനും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ കുറിച്ച് ആരാ എഴുതിയ ശ്ലോകം, പാട്ട് ആരാ എഴുതിയിരിക്കുന്നുള്ളൂ? മലയാളത്തിലെ പാട്ടായിരുന്നു അത്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അത്? ഇല്ല. അത് അന്നൊക്കെ എന്ന് പറഞ്ഞാല് പറയുന്നത്, അതായത് വിദ്യാഭ്യാസ പരിഷ്കാരം വന്നപ്പോ വിദ്യാഭ്യാസ പരിഷ്കാരം മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. ഈ കൃതികളെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവന്നത്. 1988 89 TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം കൈവച്ചതിനാണ്. 88 84 83 സംതിങ്ങിലാണ് ഈ പുസ്തകം മുറം പോലുള്ള പുസ്തകമൊക്കെ ആക്കിയത്. ചെറിയ പുസ്തകം. അപ്പോഴത്തേന് കുറെ ശ്ലോകങ്ങൾ, കുറെ നമ്മളെ കൃഷ്ണഗാഥയൊക്കെ എടുത്തു കളഞ്ഞു. അതുവരെ 10ാം ക്ലാസ് വരെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പാർട്ട് ബൈ പാർട്ടായിട്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു മലയാളത്തിൽ അല്ലേ. ഫസ്റ്റ് പാട്ട് തന്നെ ഭക്തിയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഇതൊക്കെ TM ജേക്കബ് കയറുമ്പോഴാണ്. ഒന്നും നമ്മൾ അറിയുന്നില്ല എന്തിന്റെ ഭാഗമായിട്ടാണെന്ന്. ഇതൊക്കെ എല്ലാം ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് പിന്നെ 89 സംതിങ് ആണ്, 89 ആകുമ്പോഴത്തേന് മലയാളത്തിലെ 1ാം ക്ലാസ്സിലെ പാട്ടുകളെല്ലാം, നല്ല രസമുള്ള പാട്ടുകൾ മൊത്തം എടുത്തു കളഞ്ഞിട്ട് പിന്നെ വന്ന പാട്ടുകൾ കട 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 കാളവണ്ടി, കിണി 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 കിണി, സൈക്കിൾ വണ്ടി. ഓർമ്മിക്കുന്നുണ്ടോ? എനിക്കിത് ഓർമ്മിക്കാൻ കാര്യം ഞാൻ ഈ സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം മാറി, നമ്മുടെ ചരിത്രങ്ങളും മാറിപ്പോയി, കുട്ടികള് മറന്നും പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും വിശദമായിട്ട് പഠിച്ച്
കുട്ടികൾക്കും ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം. മീരാജിയൊക്കെ പഠിച്ചത് ഏതാണ്? ശതാനന്ദൻ ഗൗതമ മുനിയുടെ മകനാണ് ശതാനന്ദൻ. അഹല്യ ആൻഡ് അഹല്യയുടെ മകൻ അല്ലേ ശതാനന്ദൻ? പിന്നെ അപ്പൊ കാര്യങ്ങളും കഥാപാത്രങ്ങളും ഓർമ്മ വെക്കണം. ചോദ്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയുമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ചിട്ടുണ്ടല്ലോ. സ്മിതമാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ 8:30 ആവാൻ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മിനിറ്റുകളുണ്ട്, 5 മിനിറ്റുകളുണ്ട്. നമ്മുടെ ബുധനാഴ്ച ടൈം കറക്റ്റ് ഷെഡ്യൂളാണ്, 7:30 to 8:30. ഇതിനപ്പുറത്തോട്ട് പോകുന്ന കാര്യം വർക്കിംഗ് ഡേ ആണ്, ചെയ്യാൻ പാടില്ല. ഫ്രൈഡേ അങ്ങനെയല്ലേ? 7:30 to 9 കൃത്യമാണ് അല്ലേ? അത് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ആ കാര്യം നമ്മള് കൂടുതലാകാൻ പാടില്ല. എന്നാലേ നമുക്ക് നമുക്ക് റിലാക്സോടെ നമുക്ക് ഇരിക്കാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. എന്നാ എല്ലാ കണ്ടന്റ്സും നമ്മൾ കവർ ചെയ്യുകയും വേണം. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ എന്തായാലും പുരുഷോത്തമ മാസം ആയതുകൊണ്ട് നല്ലതാണ്. നോക്കൂ, ഭഗവാനെ കുറിച്ചു, സീതാസ്വയംവരം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, നാമസങ്കീർത്തനം കൊണ്ട് എന്താണ് ഗുണം, ഇത് തന്നെയാണ് ഭാഗവതത്തിന്റെ ഏറ്റവും ലാസ്റ്റിൽ എഴുതുന്നു. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിം പരം. ഇതൊക്കെ എടുത്തിടണേ. അടുത്ത ആഴ്ച ഞാൻ സ്ലോട്ട് പിന്നെ വാങ്ങിച്ചു തരുമ്പോ. അല്ല, മീര അത് പറഞ്ഞല്ലോ, ഈ രാമായണം തുടങ്ങുമ്പോ നിർത്തേണ്ട കാര്യങ്ങള് നല്ലൊരു ഭാഗം വരുമ്പോ നിർത്തണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതെങ്ങനെയാ എവിടെയാന്ന് അറിയില്ല എന്നൊക്കെ ഒരു സംശയം ചോദിച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്ക്, ഇന്നിപ്പോ ഇവിടെ നിർത്തിയത് നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു നിമിത്തങ്ങളെല്ലാം. അപ്പൊ അവിടെ നിർത്തണോണ്ട് കുഴപ്പമില്ല അല്ലെ? മീരാജിയോടാണ് ചോദ്യം. അല്ല, എനിക്ക് അറിയാത്തോണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അറിയില്ല എവിടെ നിർത്തണ്ടേന്നുള്ളത്. ഇങ്ങനത്തെ ഒരു നമ്മുടെ അറിവിൽ ഇങ്ങനത്തെ ഒരു വേർഡ് വരുമ്പോ അവിടെ നിർത്താൻ പാടില്ല എന്നാണ് അല്ലേ മണിലാൽജി? എങ്ങനെയാ അത്? സാധാരണഗതിയിൽ നമ്മൾ വായിക്കുമ്പോ എന്ത് സാധനം വായിക്കുമ്പോഴും ഒരു ശുഭസൂചകമായിട്ട് നിൽക്കുന്നതിൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകും ഇപ്പോൾ, പിന്നീടം അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടും, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ, ഖേദവും വർദ്ധിച്ചിടും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച. പറഞ്ഞോളൂ. ഇവിടെ പിന്നീട് അഭയവും തന്നെയാണ്, അത് ഭയവും ഉണ്ടാകുമെന്നറിഞ്ഞാലും പിന്നീട് അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും പിന്നീട് അഭയം എന്നാണ് അല്ലേ? അഭയം അതായത് ഭഗവാനിൽ അഭയം ഉണ്ടാമെന്നറിഞ്ഞാലും അഭയം ഭയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അഭയം ഭഗവാനെ പറ്റി പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ശ്ലോകം പറയുന്നുണ്ട്, അഹുതോ അഭയം. അഹുതോ സിംഹമാദിക്കര പക്ഷേ ഓർമ്മ വരാം. അഹുതോ അഭയം, ഭയമില്ലാത്തവൻ, ഭയക്കേണ്ട. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടും, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മാതാജി ഏകം ശാസ്ത്രം 4 വരി. ഏകം ശാസ്ത്രം ആദ്യത്തെ 4 വരി. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. എന്നോടാ പറയണ പ്രഭു? അതെ അതെ, അത് 4 വരി മാത്രം. ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രോ തസ്യ നാമാന്യാനി കർമാവി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം തത്സത്.